ഇന്നത്തെ വചനചിന്ത ഇടയനെ ആശ്രയിക്കുക. ആടുകളുടെ പ്രധാന സ്വഭാവം ആശ്രയബോധമാണ്. ഒരിടയനെ ആശ്രയിക്കാതെ ഒരാടിന് ജീവിതമില്ല. എപ്പോഴും പ്രശ്നങ്ങളിൽ ചാടുന്ന മൃഗമാണ് ആടുകൾ. അവയെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള വിഷച്ചെടി പോലും പോയി കഴിക്കുന്ന മൃഗമാണ് ആടുകൾ. പ്രധാനമായും 3 മേഖലയിലാണ് ആടുകൾക്കിടയന്മാരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നത്. ഒന്നാമതായി അവയെ വൃത്തിയാക്കുന്ന കാര്യത്തിലാണ്. മുൻപിൽ വെള്ളമുണ്ടെങ്കിലും അതിലിറങ്ങിച്ചെന്ന് സ്വയം വൃത്തിയാക്കുവാനും പരിചരിക്കുവാനും ആടുകൾക്ക് സാധ്യമല്ല. രണ്ടാമതായി പ്രതിരോധിക്കുവാനും ശത്രുവിനെ എതിർത്ത് നിൽക്കുവാനും ആടുകൾക്ക് ആവില്ല. ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ കീഴ്പ്പെട്ടു കൊടുക്കാനല്ലാതെ ആടുകൾക്ക് ചില മൃഗങ്ങളെപ്പോലെ ഓടുവാൻ പോലും അറിയില്ല. മൂന്നാമതായി ആടുകൾക്ക് സ്വയമായി ഭക്ഷണവും വെള്ളവും കണ്ടെത്തുവാൻ കഴിയില്ല. ഇടയൻ വെള്ളത്തിലേക്ക് നടത്തുകയാണെങ്കിൽ ആടുകൾ മാനിനെ പോലെയൊക്കെ സ്വയമായി അവിടേക്ക് ചെല്ലുകയില്ല. ഇടയൻ നടത്തുകയാണെങ്കിൽ മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ സ്വയം ശ്രദ്ധിക്കുവാനോ ശത്രുവിൽ നിന്ന് പ്രതിരോധിക്കുവാനോ അന്നുള്ള ദിവസത്തിനായുള്ള ആഹാരം സ്വയം കണ്ടെത്തുവാനോ ആടുകൾക്ക് അറിയില്ല. അതിനാൽ ആടുകൾ പരിപൂർണമായി ഇടയനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നാമും ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുവാൻ നമുക്ക് സ്വയമായി സാധ്യമല്ല. ആന്തരികാത്മാവിൽ അടിഞ്ഞുകൂടുന്ന സകല മാലിന്യങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുന്നതിലാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപത്തിൻ്റെ മറുവിലയായി ചൊരിഞ്ഞത്. ഘോരനായ പിശാചും അവൻ്റെ സൈന്യവും ഒരുപോലെ നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ സ്വയമായി നമ്മുടെ സ്വന്തം ആയുധമൊന്നും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ല, സ്വാധീനമില്ല. സാമൂഹികമായ സഹായങ്ങളോ നമുക്കില്ലാതിരിക്കുമ്പോൾ സഹായകനായി പരിചയായി കർത്താവ് യേശുക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ജീവിതത്തിലും കലിതമായ ഭാരങ്ങൾ വഹിച്ചും മരുഭൂമിയിൽ തളർന്നിരിക്കുന്ന സമയമുണ്ട്. ആ സമയം നമ്മുടെ അടുത്ത് വന്ന് നിത്യജീവൻ്റെ ഭക്ഷണവും ദാഹജലവും നമുക്ക് കർത്താവ് നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവാകുന്ന ഇടയൻ തൻ്റെ സ്വന്തം ജീവനെ തന്നെയാണ് നമുക്ക് നൽകിയത്. ആ ജീവനിലൂടെ ലഭ്യമാകുന്ന സ്വസ്ഥതയും സാമീപ്യവും പരിപോഷണവും പരിലാളനവും നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര നിസ്സഹായരാണ്. നമുക്കായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മുടെ കഴിവും സാമർഥ്യവും എല്ലാം എത്ര പരിമിതമാണ്. നാം വളരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ പോലും നമ്മെ കണ്ടെത്തിയിരിക്കുന്നത് എത്രയോ വലിയ കുഴികളിലാണ്. എന്നാൽ മനസ്സിലാക്കുക, നാം ആടുകൾ മാത്രമാണ്. നമുക്ക് ഒരു ഇടയനെ ആവശ്യമാണ്. ഇടയനിലേക്ക് നോക്കുക, ഇടയനെ ആശ്രയിക്കുക, ഇടയൻ്റെ വാക്ക് കേൾക്കുക, ഇടയൻ നയിക്കുന്നതിലേക്ക് പോകുക, ഇടയൻ നിൽക്കുമ്പോൾ നിൽക്കുക, ഇടയൻ ചലിക്കുമ്പോൾ മുന്നേറുക. ഇടയൻ പുൽപ്പുറത്ത് കിടക്കുവാൻ അവസരം നൽകിയാൽ പുൽപ്പുറത്ത് കിടക്കുക. നമ്മെക്കാൾ നല്ലതായി നമ്മുടെ ഇടയന് നമ്മെക്കുറിച്ചറിയാം. ആകയാൽ ഇടയൻ നടത്തുന്ന മേഖലകളിലേക്ക് ഇടയനെ ആശ്രയിച്ച് പുറപ്പെടുവാൻ തയ്യാറാകണം. 23-ാം സങ്കീർത്തന പുസ്തകത്തിൽ ഭക്തനായ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുവാൻ ഇടയനെ ആശ്രയിച്ച് ഇടയൻ നടത്തുന്ന മേഖലകളിൽ ചലിപ്പാൻ, കൂരിരു താഴ്വരയിലും ഏകനാക്കാതെ ഏതനർത്ഥങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കുന്ന, വടിയും കോലുമായി നമ്മെ ആശ്വസിപ്പിക്കുന്ന, ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് നമ്മെ വിടിവിക്കുന്ന, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഇടയനെ ആശ്രയിച്ച് സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ, വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിപ്പാൻ
വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.